നമ്മള് മദീനത്തുനിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാനിവിടെ എല്ലാ റൂമും ഇവിടെ തന്നെ അടുത്താണ്. നമ്മൾ പാവപ്പെട്ടോലാണ്ട് നമ്മൾ പുറത്ത് 50 റിയാലിന് റൂം എടുത്ത്. ഇൻഷാല്ലാ റൂമൊക്കെ കാണിച്ചു തരാം. രാത്രി നേരത്തെ സുബൈക്ക് പോന്നപ്പോൾ റൂം കാണിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാല് ഇത്രയും തിരക്കേനി. ഞാൻ നേരെ വൈകി എണീക്കാൻ 4:30 അലാറം വെച്ച് ഉറങ്ങിപ്പോയി. 5 മണിക്ക് എണീച്ച് നമുക്ക് കാണാം. എന്താ കഴിക്കുള്ള നമുക്ക് നോക്കാം. ഡാലോ റൊട്ടിയൊക്കെ പറഞ്ഞേ ഇതിൻ്റെ അവസ്ഥ നോക്കാം. റൊട്ടി ഡാലി അത് ഫേവറേറ്റ് സാധനം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പാകിസ്ഥാൻ റൊട്ടിയും അതിൽ ഡാലും അല്ല ഡാലും വേറെ ചിക്കനും മട്ടനൊക്കെ എടുക്കണ അതിൻ്റെ ബെസ്റ്റ് സാധനമാണ്. ഇത് കഴിക്കട്ടെ. പീസ് എടുത്തിട്ട് ഡാലിങ്ങനെ കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഡാല് വരെ പാകിസ്ഥാനി ഡാൽ തന്നെ കഴിക്കണം. വൈബുള്ളൂ. നമ്മളെ ഇന്ത്യൻ ഹോട്ടലിലും പോയിട്ട് നമ്മളെ കേരള ഫുഡിൽ ഡാൽ ഇത്ര സെറ്റപ്പ്. അവിടെ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി റൂമിലേക്ക് നടക്കുകയാണ്. റൂം ഇവിടെ അടുത്തൊക്കെ ആയിട്ടാണ്. ഇവിടെ കുറേ ആളുകൾ റൂം എടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ റൂമൊക്കെ ചെറിയ റൂമാണ്. ഞാൻ റൂം വന്ന് പോയതായിരുന്നു. ചെറിയ റൂം, അങ്ങനെ വലിയൊരു കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ്. നമുക്ക് കിടന്നുറങ്ങാൻ റൂമെല്ലാം വേണ്ടി അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ കുറച്ചാണ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ കാണുന്ന മസ്ജിദ് നബവി കേട്ടോ. നേരെ ഫ്രണ്ട് ഭാഗത്തിനെ കാണുന്ന അടുത്ത് ഒഹദ് മലൻ്റെ ഈ ഭാഗത്ത് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് റൂമുള്ളത്. ഒഹദ് മലൻ്റെ ആ സൈഡായിട്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യുക. ഇത് ഈ സീസൺ അല്ലാത്ത സമയത്ത് 30 റിയാലിനൊക്കെ സിംഗിൾ റൂം കിട്ടും. 50 റിയാലിൻ്റെ ആവശ്യമൊന്നുമില്ല, 30 റിയാലിനൊക്കെ കിട്ടും. പക്ഷേ സീസൺ ആയി കഴിഞ്ഞാൽ 80 റിയാൽ 70 റിയാൽ കൊടുക്കേണ്ടി വരും. ആളുണ്ട്, പിന്നെ അവർക്ക് കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് മദീനത്ത് നിന്ന് നമ്മൾ നേരെ പുറത്തിറങ്ങിയ ഭാഗത്ത് കുറേ ബസ് കാര്യങ്ങൾ സർവീസ് എടുത്തുണ്ട്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ സീസൺ ടിക്കറ്റും കാര്യങ്ങളും അതിനുള്ള കാർഡ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ATM കാർഡിൽ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. പൈസ കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടോ എനിക്കറിയില്ല. പുറത്ത് കുറേ ബസ്സുകളുണ്ട് മദീന ടൗണിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്നത്. നമുക്ക് അതിൽ പോയി ട്രാവൽ ചെയ്യാം. അങ്ങനെ കുറേ സെറ്റപ്പ് പരിപാടികളുണ്ട്. പിന്നെ അതേമാതിരിക്ക് ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അതായത് ടൂറിസം മാത്രം പ്രൊമോട്ട് ചെയ്യുക, ടൂറിസ്റ്റ് മേഖലയിൽ മാത്രം കറങ്ങി മദീന ചുറ്റോടിറ്റും കാണുന്നത്. നമ്മൾ രാവിലെ മസ്ജിദ് നബവിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത്, രാവിലെയൊക്കെ ഈ റൂട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു വൈബാണ്. കാരണം 2 സൈഡും ഹോട്ടലുകൾ, നേരെ ഫ്രണ്ടിൽ മസ്ജിദ് നബവി. ഒരു പ്രത്യേക വൈബാണ്. നല്ലൊരു ഭയങ്കര ഒരു നവീകരണ പ്രവർത്തനം വന്നപ്പോൾ നല്ല സെറ്റപ്പായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല സെറ്റപ്പ്.